യോഗാ ദിനവും നാം സമുചിതമായി ആഘോഷിക്കുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സ്വാധീനിക്കുകയും ശാന്തതയും ആനന്ദവും കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുകയാണ് യോഗയും സംഗീതവും ലഭിക്കുന്നത്. യോഗ ശരീരത്തിൻ്റെ താളം നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ സംഗീതം ഒരു വ്യക്തിയുടെ ആന്തരികത വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. മനോഹരമായ ഈ ദിവസത്തിൽ സ്വാഗതം ആശംസിക്കുവാനായി ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശ്രീമതി റീജ ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനിയായ വിനോദിനി മാഡം, പ്രിയ നിറഞ്ഞ സ്റ്റാഫ് അംഗങ്ങളെ, ടീച്ചർക്ക് ഏറ്റവും പ്രിയമുള്ള കുട്ടികളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഷോൺ ടീച്ചർ പറഞ്ഞു അല്ലേ? എന്താണ്? ഇൻ്റർനാഷണൽ യോഗ ഡേ, വേൾഡ് മ്യൂസിക് ഡേ. ഇതിൻ്റെ ഭാഗമായി ഒത്തിരി സർപ്രൈസുകളാണ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. യോഗ ഈ ദിവസത്തിൽ യോഗയുടെ മ്യൂസിക്കിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. യോഗ നമുക്ക് യോഗയായാലും മ്യൂസിക് ആയാലും ഏതാണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് തരുന്നത്. ടീച്ചർക്ക് നിങ്ങളോട് യോഗ അഭ്യസിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ പ്രവർത്തനക്ഷമമാക്കാനായിട്ട് യോഗയും മ്യൂസിക്കൊക്കെ സാധിക്കും. ടീച്ചർക്ക് അത് ഉറപ്പായിട്ട് പറയാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞാൽ, ടീച്ചർ ഇപ്പോൾ എന്താണ് യോഗയൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറേ കാലങ്ങൾക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം തുടർന്ന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ടീച്ചർ യോഗ ചെയ്തു വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബെനഫിറ്റ്സ് ടീച്ചർക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കും. കാരണം ടീച്ചർ അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മ്യൂസിക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് മെൻ്റൽ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മ്യൂസിക് കൊണ്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ മനസ്സ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെയുള്ള സാഹചര്യങ്ങളല്ല ഉണ്ടാവുക. സ്ട്രെസ്സായിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കാത്തത് നടക്കാത്ത ചില സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സ് എന്തായിരിക്കും? അതിനോട് ഓക്കെയാവോ? മനസ്സ് ഓക്കെയാവോ? ഇല്ല. മനസ്സ് അശാന്തമായിക്കൊണ്ടിരിക്കും, സ്ട്രെസ്സായിരിക്കും. നമ്മൾ വിചാരിക്കാത്ത പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരും. പക്ഷേ അത് വിചാരിച്ച് അതുപോലെ തന്നെ നടക്കുമെന്ന് ക്ഷണിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നടക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പ്ലാൻ ചെയ്ത പോലെയല്ല പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാം. നമ്മൾ അതിനെ പ്രതിബന്ധങ്ങളെയൊക്കെ ഓവർകം ചെയ്തേ പറ്റൂ. അതാണ് ലൈഫ്. സുഖവും ദുഃഖവും ഇതൊക്കെ നിറഞ്ഞതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ചില കുട്ടികളൊക്കെ എന്നെ പറയാറുണ്ട്, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല. ഇതൊക്കെ എന്താണ്? കാരണങ്ങൾ മാത്രമാണ്. നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. മറ്റുള്ളവരുടെ കെയറോ അല്ലെങ്കിൽ പരിഗണനയ്ക്കോ അല്ല നമ്മൾ അവരെയല്ല ശ്രദ്ധിക്കേണ്ടത്. ലക്ഷ്യത്തിലേക്ക് മുന്നിട്ട് നടക്കുകയും ആ ലക്ഷ്യം നന്മയോടെ ചെയ്യാനായിട്ട്, നന്മയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള മാർഗം അവലംബിക്കുക ചെയ്യുന്നത്. അതിനെന്ത് വേണം? മാനസികമായിട്ടുള്ള ഒരുക്കം, അത് മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ശേഷി വേണം. നിങ്ങൾ പട്ടങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലേ? പട്ടത്തിൻ്റെ ഇത് നൂലാരുടെ കയ്യിലിരിക്കണേ? പട്ടം പറത്തുന്ന ആളുടെ കയ്യിൽ അല്ലേ? നൂല് വിട്ടുപോയാൽ പട്ടം പല സ്ഥലങ്ങളിലേക്ക് പറന്നു പോകും. ശരിയല്ലേ? ശരിയാണോ മക്കളെ? അതെ. അതുപോലെ തന്നെയാണ് നമ്മൾ പട്ടം പറത്തുന്ന ആളാണ് തീരുമാനിക്കുന്നത് എവിടേക്കാണ് പട്ടം പറന്നു പോകേണ്ടതെന്ന്. അതുപോലെ നമ്മുടെ മനസ്സ് എവിടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് മനസ്സിനെ പിടിച്ചു നിർത്താൻ, ഏകാഗ്രമാക്കാൻ ഓരോ പല കാര്യങ്ങൾ വരുമ്പോൾ ഏത് ആദ്യം ചെയ്യണം, ഏതിനാണ് പ്രയോറിറ്റി, ഏതാണ് ശരി എന്ന് തിരിച്ചറിയാനും മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താനും ഒക്കെ നമ്മളെ എന്ത് സഹായിക്കും? യോഗ സഹായിക്കും. അതുപോലെ മ്യൂസിക് എന്തിനു സഹായിക്കും? നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മൂഡ് ചേഞ്ചുകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് മ്യൂസിക് സഹായിക്കും. ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടോ? ഇല്ല. ജസ്റ്റ്
നിങ്ങൾ ബാത്ത് ചെയ്യുമ്പോഴെങ്കിലും മൂളിപ്പാട്ട് പാടും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ, കുറേ പേര്, ഒരുപാട് ഡോക്ടേഴ്സ്, പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ഉന്നത സ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളൊക്കെ മരിച്ചുപോയി അല്ലേ? അവിടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? മരണം അവിടെ പിടിച്ചു നിർത്തിയ ഞാൻ ഇന്ന ഇതിലുള്ളതാണ്. ഇപ്പൊ ടീച്ചർ പറയാണ് മരണം വരണ സമയത്താ ഞാൻ HM ആണ് അല്ലെങ്കിൽ ടീച്ചറാണ് എന്ന് ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടാ? ഇല്ല. നമുക്കതിന് ഹെൽത്ത് തന്നെ കൂടിയേ തീരൂ. അപ്പൊ നമ്മൾ ഇവിടെ വരുന്ന സ്കൂളിൽ വന്ന് പഠിക്കുന്നത് എവിടേക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്നത്? ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള നിങ്ങളുടെ തലച്ചോറിൽ അറിവുകൾ നിറയ്ക്കുക ചെയ്യുന്നത്. അതിനുപരി പഠനത്തോടൊപ്പം തന്നെ ഏതും നേടിയെടുക്കണം, മറ്റു കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നേടിയെടുക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇത്, യോഗയും മ്യൂസിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ പതുക്കെ പ്രാണായാമാസം, ഇപ്പോൾ എന്താണ് നമ്മുടെ യോഗയിൽ തന്നെ തുടക്കത്തിൽ അവർ എന്താണ് നിയമങ്ങളും യമങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ടീച്ചർ വ്യക്തമായിട്ട് നമുക്ക് വിനോദിനി മേഡം പറഞ്ഞു തരും അല്ലേ മേഡം നിങ്ങളോട്? എന്താണ് അതായത് യോഗയിൽ തിന്മയും നന്മയും തിരിച്ചറിയാനുള്ളതും നന്മയിൽ വളരാനുള്ള പ്രാക്ടീസാണ് ആദ്യ സമയത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൽ ആസനങ്ങളുണ്ട്, പ്രാണായാമങ്ങളുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സ് ആ രീതിയിൽ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നത്. അതുപോലെ ബ്രീത്തിങ്, ശുദ്ധവായു നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അശുദ്ധമായിട്ടുള്ള വായു പുറത്തേക്ക് പോവുകയും ചെയ്യും. ശുദ്ധമായ വായു ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. ഈവൻ ജസ്റ്റ് നിങ്ങൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ആ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെറിയ ചെറിയ ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ചെയ്യണം. പ്രാർത്ഥിക്കണം. ആദ്യം തന്നെ എഴുന്നേറ്റ് ഇന്നത്തെ ദിവസം തന്ന ദൈവത്തിനോട് നന്ദി പറയണം. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കിയതിന് നന്ദി പറയണം. അതിനുശേഷം എന്താണ് ബ്രീത്തിങ് കുറച്ച് എക്സസൈസുകളൊക്കെ മേഡം പറഞ്ഞു തരും, പ്രാണായാമസൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ പഠിക്കുന്നതിന് മുമ്പ്. ഇപ്പം ഒരുപാട് സമയം പഠിച്ചു കഴിയുമ്പോഴും നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവപ്പെടും. നമ്മളുടെ തലച്ചോറിലാക്കിയാണ് ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് പച്ചിലകളുടെ അവിടേക്കൊക്കെ നോക്കി ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ബൂസ്റ്റിംഗ് ആയിരിക്കും. ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്താലാണ് എന്തുണ്ടാവുള്ളൂ? സർക്കുലേഷൻ കറക്റ്റ് ആവുള്ളൂ, മൈൻഡ് ഷാർപ്പൻ ആവുള്ളൂ. അങ്ങനെ കുറേ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഇപ്പൊ മ്യൂസിക് പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ സിനിമയിലേക്ക് പാട്ടുകൾ ഉണ്ടാവും അല്ലേ? ചിലരത് പഠിച്ചുകൊണ്ട് നടക്കും, പാടിക്കൊണ്ട് നടക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പഠിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത്, പാടിയത് ഓർത്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയെ കിട്ടുന്നു. 4 വരി മൂളിപ്പാട്ട് പാടുമ്പോൾ അത് പിന്നെയും അതന്നെ ആവർത്തിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം? പഠിച്ചത് ഓർത്തെടുക്കാനായിട്ട്. അത് ഏതിന് ഗുണം ചെയ്യും? നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സബ്ജക്റ്റിൽ ഗുണം ചെയ്യും. അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റുകൾ, നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ പോയിന്റ്സ്, നിങ്ങൾ പഠിക്കുന്ന പ്രത്യേകിച്ചും സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിലൊക്കെ ഓർത്തെടുക്കാൻ പാടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഏത് രീതിയിലേക്ക് കൊണ്ടുവരാം? മ്യൂസിക് പോലെ ആ രീതിയിലേക്ക് തുടക്കത്തിലുള്ള നിങ്ങളുടെ പോയിന്റ്സ് ഓർത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പോയിന്റ് ആയിട്ട് ആദ്യത്തെ വേർഡോ അതൊക്കെ വെച്ചിട്ട് മ്യൂസിക് ലെവലിലേക്ക് പാടി പഠിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിബ്ജിയോ എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മുടെ കളേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇതല്ലേ, ബയോളജിയിലല്ലേ വരുന്നത്? ഫിസിക്സിലോ വിബ്ജിയോ പഠിക്കുന്നത്? ഫിസിക്സിലാണ് പഠിക്കണേന്ന് പറയുന്നത്. അതായത് കുട്ടികൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഓർമ്മയിൽ നിലനിർത്താനായിട്ട് പല തന്ത്രങ്ങൾ ഉപയോഗിക്കാം. അതിലൊരു തന്ത്രമാണ് ടീച്ചർ പറഞ്ഞത്. പഠിക്കുന്ന പോയിന്റ്സിന്റെ ആദ്യത്തെ വേർഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആദ്യത്തെ വാക്കുകൾ വെച്ചിട്ടോ നിങ്ങൾക്ക് രസകരമായ രീതിയിൽ ടെക്നിക്കുകൾ ഉപയോഗിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ പലപ്പോഴും പിന്നെ ടീച്ചർക്ക് തോന്നിയിട്ടുള്ള കാര്യം, ചില കുട്ടികളൊക്കെ ടീച്ചർ വിളിച്ച് എന്താണ് കംപ്ലൈൻറ്റ് ഇങ്ങനെ വരാനുള്ള കാര്യം, നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയും
ആ കൂട്ടുകാരൻ പറഞ്ഞു, ഈ കൂട്ടുകാരൻ പറഞ്ഞു. അത് ശരിയാണോ? നമ്മുടെ മനസ്സ് ആരുടെ കയ്യിലാ? അപ്പുറത്തെ ആളുടെ കയ്യിലാണോ? ശരിയോ തെറ്റോ ആരെ ചെയ്യണേന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ആരാ തീരുമാനിക്കേണ്ടത്? നമ്മൾ. അതിനുള്ള ഒരു മൈൻഡ് പവറാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത്. എന്ത് പ്രവൃത്തിയും ചെയ്യണമെങ്കിൽ എന്ത് വേണം? മനസ്സും ശരീരവും ഒരുപോലെ വരണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തീരുമാനിക്കുകയാണ് ഡാണാവിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുകയാണ്. ആരാ ആദ്യം തീരുമാനിക്കണേ? എവിടെയാ? മനസ്സിലാണ് തീരുമാനിക്കണേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം നമ്മുടെ ശരീരം അതിനൊപ്പം വരാണ് ചെയ്യുന്നത്. കൈയും കാലും ഒപ്പം അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ അതുപോലെയാണ് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്, ശ്രദ്ധയോടെ ഇരിക്കാൻ. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എന്തിനുണ്ട്? യോഗയ്ക്കും. അതിനെ പിടിച്ചു നിർത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ജീവിതത്തിലെ സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ മ്യൂസിക്കിനും സഹായിക്കും. ഇത്തരം അറിവുകൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കണം? ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം, ഉപയുക്തമാക്കാൻ കഴിയണം. ഇത് നിങ്ങളുടെ ആജീവനാന്തകാലം, ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചപ്പാടുകൾ ആജീവനാന്തകാലം ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഡിസിപ്ലിൻ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. സദാസമയവും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ International Yoga Day, a day dedicated for embracing the ancient yoga practice, a holistic approach, holistic practice to bring your health and well-being in well manner. Yoga practice is not only a physical exercise, it's a holistic practice to make your mind, your body and your spirit to unite. And also in 2014, for the very first time, a head of a nation in the UN Assembly publicly started to speak about yoga for a scientific approach to make a inner well-being of a human a worldwide thing. In the history of UN Assembly, out of 193 countries, 177 countries came up together, make a resolution to spread awareness about yoga. The people from all over the world who follow different culture, different language, different caste, different belief system, practice yoga to get a deep sense of unity and peace within themselves. So I'm very happy to be a part of it as all you are. For students, yoga practice gives you stability, strength, flexibility, not only for your physical body, also for your mental well-being.
ഒരു സ്വന്തം ആശയോടെ ഉയർമകാ
भी हो जिंदगी अब तुम भी हो चैन भी मेरा दर्द भी मेरे आशिकी अब तुम भी हो Mirave, mirave,